മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ജെയിംസ് ആൻഡ് ആലീസ് സിനിമയുടെ സംവിധായകൻ സുജിത് വാസുദേവാണ്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിൽ. നമസ്കാരം. ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. അതെ, പ്രേക്ഷകർ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? അല്ല, ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഈയൊരു സബ്ജക്റ്റ്, ഇങ്ങനൊരു വിഷയം ഈ കാലഘട്ടത്തിൽ കുറച്ച് അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമയിലേക്ക് ഇപ്പം ഞാനും പ്രൊഡ്യൂസറും അങ്ങനെ ചേർന്നിട്ടുള്ള മൊത്തം ക്രൂ, അല്ലെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ക്രൂ അതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അത് ഫാമിലിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷം. കുറച്ച് നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നൊരു വിഷയം, അത് ഒരുപാട് തവണ ഇത്തരം സാധനങ്ങൾ പറഞ്ഞ് പഴകിയിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ക്ലീഷ അല്ലാതെ പറയാം എന്നുള്ളത് ഒന്ന് പരീക്ഷിക്കുകയും പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ തന്നെ മികച്ച ചിത്രങ്ങളാണ്. ഇപ്പോൾ ദൃശ്യം, അതുപോലെ തന്നെ അനാർക്കലി, അതുപോലെ തന്നെ മെമ്മറീസ്, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഹിറ്റായ കുറേ ചിത്രങ്ങൾ അതിന് ക്യാമറ ചലിപ്പിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ ഈ ഒരു ക്യാമറാമാൻ എന്ന നിലയിൽ സുജിത് വാസുദേവന് സംവിധായകനിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സഹായിച്ചു? ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്ത കക്ഷികളൊക്കെ ശരിക്കും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എനിക്കൊരു ക്യാമറാമാൻ എന്നുള്ളത് എനിക്ക് മാറ്റി നിർത്തപ്പെടാതെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യേണ്ട അവസരം, പിന്നെ അവരുടെ കൂടെ അവരുടെ വർക്കുകൾ കണ്ടുപിടിക്കേണ്ട അവസരം എല്ലാം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് തരത്തിൽ ഇതിനകത്ത് സഹായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്കത് ഒരു വലിയ ടെൻഷനില്ലാതെ കടന്നു പോയൊരു അവസ്ഥ എനിക്ക് മുന്നേ ഉള്ള സൗഹൃദങ്ങളുടെ ബലമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. സാധാരണ ഇതിലൊരു പുതിയ സംവിധായകൻ വരുമ്പോൾ ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളും അതിനകത്തുണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഷൂട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കാരണം എല്ലാവരും പരിചയക്കാരും പിന്നെ പരിചയമുള്ളവരിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങളും ഹെൽപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല ഗുണമാണ് ശരിക്കും. ഇപ്പോൾ പുതിയ ജീവിത രീതി വെച്ചിട്ട് ഒരുപാട് കാലിക പ്രസക്തിയുള്ള ഒരു കഥാതന്തുവാണ് താങ്കൾ എടുത്തത്. പുറത്തുള്ള സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണോ ഇത്തരം ഒരു കഥയിലേക്ക് എത്തിച്ചേരുന്നത്? അല്ല, സ്വന്തം അനുഭവങ്ങളും അതിനകത്ത് ചിലപ്പോൾ ഉണ്ടാകാം കേട്ടോ, പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ചിലപ്പോൾ ഉണ്ടാകും. സ്വന്തം അനുഭവങ്ങളെക്കാളും കൂടുതൽ ഞാനും റൈറ്ററും എല്ലാം കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഞങ്ങളുടെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഫോൺ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ പോയിൻറ്റ്സ്. അതിപ്പോൾ ഈ സിനിമയിൽ സംഭവിക്കുന്നത് എല്ലാ കുടുംബജീവിതത്തിലും നടക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരുപാട് വർണ്ണപ്രണയം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴാണ് റിയാലിറ്റി നമുക്ക് മനസ്സിലാവുക. അതിനകത്ത് സായിച്ചേട്ടൻ പറയുന്നൊരു ഡയലോഗ് തന്നെ ഉണ്ട്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാതിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിനിമയാണ്, അല്ലെങ്കിൽ നമ്മുടെ കഥയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, അയ്യോ അത് നിങ്ങൾ എൻ്റെ കഥ മോഷ്ടിച്ചതാണോ? അപ്പം മിക്കവാറും നമ്മുടെ പരിസരങ്ങളിലുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ശരിക്കും എൻ്റെ കൺസ്ട്രക്ഷൻ. അത്തരം ക്യാരക്ടേഴ്സാണ് ശരിക്കും. ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്നത് തന്നെ, അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ റെപ്രസെൻറ്റേറ്റീവ്സാണ് രണ്ടുപേരുടെ. ഇന്നത്തെ സൊസൈറ്റിയുടെ ജീവിക്കാൻ മറന്നു പോകുന്ന ആള് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്, എല്ലാവർക്കും ഉണ്ട് ഇത്. നമുക്കൊരു ചിലപ്പോൾ ഒരു ഈ തിരക്കിനിടയിലൊക്കെ നമുക്ക് ചില സമയത്ത് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല, അപ്പുറത്ത് എന്ത് സംസാരിക്കണമെന്ന്. നമ്മൾ വേറൊരു ബിസിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ അത് എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന്, ആ ശ്രദ്ധിക്കാതിരിക്കുന്ന എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. പിന്നീട് എപ്പോഴോ ആണ് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്, ഓ ഞാൻ അങ്ങനെ ഒന്നും പെരുമാറിയില്ലേ എന്ന്. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാ ഫാമിലിയിലും ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ, ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണ്, കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും എൻ്റെ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സിനിമയുടെ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായും. ഇപ്പോൾ ജെയിംസ് ആയിട്ട് പൃഥ്വിരാജും ആലീസായിട്ട് വേദികയും വരുന്നു. ഇരുവരും ചിത്രത്തിൽ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത് കഥാപാത്രങ്ങൾ? പൃഥ്വിരാജ് എൻ്റെ നല്ല സുഹൃത്താണ്, അതിലുപരി അസാധ്യമായൊരു ആക്ടറാണ്. ഞാൻ രാജുവിലേക്ക് എത്തുന്നത് കഥയൊക്കെ സ്ക്രിപ്റ്റെല്ലാം കഴിഞ്ഞ് അതിന് ശേഷമുള്ളൊരു സമയത്താണ്.
ആദ്യത്തെ തവണ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് കഥ അധികം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഞാൻ അതെൻ്റെ പറച്ചിലിൻ്റെ രീതിയും കൊണ്ടാവാം. രണ്ടാമത് ഇത് ഞാൻ ഡോക്ടർ ജനാർദ്ദനുമായിട്ടിരുന്ന് ഒന്നുകൂടെ ബ്രീഫ് ചെയ്തിട്ട് ഒന്നുകൂടി എൻ്റെ നറേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ പോയി പറയുന്നത്. അപ്പോൾ രാജു പറഞ്ഞു, ഫൈൻ, ഇത് ഈ സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു സിനിമയാണ്, അങ്ങനെ നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം, കാര്യം ഇത് ഒരുപാട് നീണ്ടു പോകരുത് ഈ സിനിമ ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൃഥ്വിരാജിൻ്റെ തന്നെ സജഷനായിരുന്നു വേദിക. ഇൻ സെൻസ് നിങ്ങൾ കുറേ ആൾക്കാർ അന്വേഷിച്ചു, അപ്പം പലരും ആ ഡേറ്റിലില്ല, പലരും ബിസി ആയിരുന്നു, പിന്നെ മറ്റു പല കാരണങ്ങൾ ചെറിയ ക്ലാഷസ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജു പറഞ്ഞത്, ഈ സമയത്ത് ഷൂട്ട് നടക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനൊരു കക്ഷിയെ ആലോചിക്കാം, അവർ നല്ല ആക്ടറാണ്. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ അവർക്കത് സബ്ജക്റ്റ് ഇഷ്ടമായി. അതിനു മുമ്പ് ഞാൻ കാവ്യത്തലയം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടിരുന്നു. അതിൽ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ സത്യം പറയട്ടെ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ പരിചയത്തിലില്ല, ഉണ്ടാവും. അതിലുപരി അത് ഹിന്ദിയാണ് സംസാരിക്കുക, തമിഴ് കുറച്ചൊക്കെ അറിയാം എന്നുള്ളതാണ്. ഞങ്ങൾ എഴുതി കൊടുക്കുന്ന മലയാള സ്ക്രിപ്റ്റ് അവർ ഹിന്ദിയിലാക്കിയിട്ട് പഠിക്കും. എന്നിട്ട് ഞങ്ങൾ അത് മലയാളത്തിൽ വായിച്ച് ഞങ്ങളോട് പറയും. ഞങ്ങളതിൻ്റെ മോഡുലേഷൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ പിറ്റേ ദിവസം വരുമ്പോൾ അത് വായിച്ച് പഠിച്ച് പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീസെൻ്റായിട്ട്, അതായത് ഒരു യാഥാർത്ഥ്യം നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു, ഒപ്പം തന്നെ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടും അതിൻ്റെ കഥ പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ പ്രേക്ഷകരിലെത്തിക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്നാണ് കരുതുന്നത്? ഒരു സ്വയം വിലയിരുത്തലുണ്ടാകുന്നു. ഉറപ്പായിട്ടും. അല്ല, ഞങ്ങൾ കഥ കൺസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യുമ്പോഴോ സിനിമ കൺസീവ് ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഇത് തന്നെയായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ. അപ്പോൾ അത് എല്ലാ സിനിമയും എങ്ങനെയാണ് നമ്മൾ മിക്കവാറും എല്ലാവരും പ്ലാൻ ചെയ്യുക. ഇതാണ് എനിക്കിത് പറയേണ്ടത്, അപ്പോൾ ഇത് ആൾക്കാർ നന്നായിട്ട് എടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് എല്ലാവരും സിനിമ ഉണ്ടാക്കുക. അപ്പോൾ ഇതും അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം ശരിക്കും അതാണ്. ഫാമിലീസാണ് ഇതൊരു ടോട്ടലി ഫാമിലി സബ്ജക്റ്റാണ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് കുറച്ച് യങ്സ്റ്റേഴ്സ് കാര്യം ഇത് ജീവിതം മനസ്സിലാകാത്തൊരു കക്ഷിക്ക് ഇത് മനസ്സിലാവില്ല. ഇപ്പോൾ അത്യാവശ്യം ഫാമിലീസ് മുന്നിലേക്ക് ഇറങ്ങുകയും ഈ ഫാമിലീസിൽ നിന്ന് സിനിമ കണ്ടിട്ട് നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിക്കുന്ന ഒരുപാട് അമ്മമാരെയും അച്ഛന്മാരെയും എനിക്കറിയാം. എന്നെയും വിളിക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററെ വിളിക്കുന്നുണ്ട്, പ്രൊഡ്യൂസറെ വിളിക്കുന്നുണ്ട്, പൃഥ്വിരാജിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അവരിലേക്ക് എത്തി എന്ന് അറിയുന്നത് തന്നെ ശരിക്കും എൻ്റെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അവരിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വിജയമല്ലേ. പക്ഷേ ചില റിവ്യൂകൾ അല്ലെങ്കിൽ ചില പുറത്ത് വരുന്ന റിവ്യൂകളിൽ നിന്ന് പ്രേക്ഷകർ കണ്ടവരല്ല, അല്ലാതെ തന്നെ വരുന്ന ഫിലിം റിവ്യൂകളിൽ സിനിമയെ പറ്റി ഒരു ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന തരത്തിലൊരു അഭിപ്രായം വരും. അതുണ്ടാവും. കാരണം ഇത് മനസ്സിലാകണമെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യണമെങ്കിൽ, സിനിമ റിലേറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ കുടുംബത്തോടൊരു സ്നേഹം, പിന്നെ ആ ജീവിതം ഒന്ന് മനസ്സിലാക്കൽ, അങ്ങനെ കുറച്ച് കടമകളുണ്ട്. അപ്പോൾ അത് ഉള്ളൊരു കക്ഷിക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതില്ലാത്തൊരു കക്ഷിക്ക് ശരിക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എസ്പെഷ്യലി കുറച്ച് നമ്മൾ കുടുംബത്തിനെ നന്നായിട്ട് സ്നേഹിക്കാത്ത കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഉറപ്പായിട്ട് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ അതെ, നമ്മൾ ഈ ലാഗ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു എനിക്കത് ഒരു തരത്തിലും ലാഗ് ചെയ്തിട്ട് തോന്നിയില്ല. കാര്യം എനിക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്തു. ഈ സിനിമ പ്രത്യേകിച്ചും കുറച്ച് ലാഗില്ലാതെ പറയാനും പറ്റില്ല. ഒരു ഫാസ്റ്റ് കട്ട് സിനിമയല്ല അത്. അതിൻ്റെ കാരണം നമ്മൾ വീട്ടിലെ സിറ്റുവേഷൻ തന്നെ ആലോചിക്കുക. ഒരാളടുത്ത് വേറൊരാളടുത്ത് കുറച്ച് ഒന്നിങ്ങനെ പറയണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട് പറയുന്നൊരു സംഗതി 2 ഷോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിനകത്ത് കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്ന കാര്യമായിരിക്കും. കുറച്ചൊക്കെ സൈലൻസ് ഉണ്ടാവില്ല പലപ്പോഴും. അപ്പോൾ കുടുംബത്തിലെ കഥ പറയുമ്പോൾ ഇത്തരം സൈലൻസുകൾ കുറച്ച് നന്നായിട്ട് ആവശ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതേ ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പ്രോബ്ലം ഉള്ളത്. പക്ഷേ കുടുംബത്തിന് ഒരു ഫാമിലിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കത് വളരെ നന്നായിട്ട് ആ ലാഗും ആ ടൈം സ്പേസും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ചെയ്തത്. ഇപ്പോൾ വേദികയും പൃഥ്വിരാജിനെയും മാറ്റി നിർത്തിയാൽ ഇപ്പോൾ വിജയരാഘവനായാലും അതുപോലെ തന്നെ
സായ് കുമാർ ആയാലും ശ്രദ്ധേയമായ റോളുകൾ ചെയ്യുന്നുണ്ട്. ഇവരെയും ജീവിത ചുറ്റുപാടുകളിൽ നിന്നാണോ എങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്? ഇല്ല, ശരിക്കും ഇത്തരം ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് ക്യാരക്ടേഴ്സൊക്കെ ക്ലീഷയാണ്, ഇതിനകത്തുള്ള സിറ്റുവേഷൻസൊക്കെ ക്ലീഷയാണ്. പക്ഷേ ക്ലീഷേ ഇൻ ദ സെൻസ് അങ്ങനെയാണെങ്കിൽ കുടുംബം ക്ലീഷയല്ലേ, പ്രണയം ക്ലീഷയല്ലേ, എല്ലാം അങ്ങനെയാണ്. പറയുന്ന രീതി ഇച്ചിരി മാറ്റിയാൽ കുറച്ച് നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എങ്ങനെയായിരിക്കണം, ഒരു മകളെ എങ്ങനെയായിരിക്കണം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശരിക്കും സായിച്ചേട്ടൻ്റെ ക്യാരക്ടർ. വളരെ ഷാർപ്പ് ആൻഡ് ബോൾഡ്, അത് വളരെ മനോഹരമായിട്ട് വിളിക്കുന്ന എല്ലാവരും സായിച്ചേട്ടൻ്റെ റോളിനെ പറ്റി പറയാറുണ്ട്. അതുപോലെ എനിക്ക് ആദ്യം കഥ എഴുതുമ്പോൾ ഞാൻ അച്ഛൻ ക്യാരക്ടർ ഉള്ളപ്പോൾ അത് സായിച്ചേട്ടനാണ് ചെയ്യേണ്ടതെന്ന് കൃത്യം ബോധ്യം അതിന് വളരെ മുമ്പേ പൃഥ്വിരാജിനെ കാണാൻ പോയതിൻ്റെ അന്ന് തന്നെ ഞാൻ സായിച്ചേട്ടൻ്റെ പോലും സായിച്ചേട്ടൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇതൊന്ന് കൺഫേം ആകട്ടെ, ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോളാം, ഒരു ക്യാരക്ടർ ചേട്ടൻ ചെയ്യണം. കുട്ടേട്ടനത് തന്നെ, കുട്ടേട്ടനെ ഒരാൾ ആണ്, വിജയരാഘവൻ ചേട്ടനെ ഒരാളാണ് ശരിക്കും. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാലാണ് ഈ അദ്ദേഹം പറയുന്ന പ്രസക്തിയുള്ള ചില സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തുള്ളൂ, അതല്ലെങ്കിൽ എത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്തത്. ഇപ്പോൾ സിനിമയിലൊരു പാട്ട് ഏറെ ശ്രദ്ധ തേടി കഴിഞ്ഞു മഴ എന്നുള്ളൊരു പാട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്രെയിം ബ്യൂട്ടി, അതൊരു ക്യാമറാമാൻ എന്നുള്ള നിലയിൽ സഹായിച്ചോ അങ്ങനെ ഫ്രെയിം അത്രയും ബ്യൂട്ടി ആയിട്ട് എടുക്കാൻ? അത് ഉറപ്പായിട്ടുണ്ട്, അതിനകത്ത് ഉറപ്പായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവരുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായിരുന്നു അതിനകത്ത്, പിന്നെ പറയാതിരിക്കാൻ വയ്യാതെ. പിന്നെ അതിനകത്ത് ഷെറീഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനും പിന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും ഒരു സഹകരണവും പിന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റും. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു കളർഫുൾ ആയിരിക്കണം ആ സമയത്ത് പ്രണയത്തിൻ്റെ ലൈഫ് എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. അപ്പോൾ അതിപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരും ഒക്കെയാണ്. എന്താണ് അങ്ങനെയുള്ളവരോട് ഒരു ഇന്നത്തെ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രേമം വെറും അനുഭവമാണ്, ജീവിതമാണ് സത്യം. അതെങ്ങനെയാണ് ഞാനത് റിവീൽ ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഈ ചോദ്യത്തിന് അതാണ് കറക്റ്റ് ഉത്തരം. അങ്ങനെയാണ് സായിച്ചിൻ്റെ ഡയലോഗ് അതിനകത്ത്. അപ്പോൾ ഭ്രമമല്ലാത്ത പ്രണയങ്ങളും ഉണ്ടാകാം. അങ്ങനെ തന്നെയാണ് ജെയിംസ് ആലീസിനെ അവിടെ നിന്ന് വിളിച്ചിറക്കുന്നത്. ഈ പ്രണയത്തിൻ്റെ സുഖമല്ല ജീവിതത്തിനുണ്ടാവുക. പ്രണയം നമ്മൾ പല തരത്തിൽ കുറച്ച് സ്വീറ്റായിട്ട് പൊതിഞ്ഞു വയ്ക്കുന്നൊരു സംഭവമാണ്. ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് കുറേ റിയാലിറ്റീസ് കടന്നു വരും. ആ റിയാലിറ്റിയും നമ്മൾ പ്രണയമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അത് കമ്പയർ ചെയ്യാതെ അപ് ടു ഡേറ്റ് ആയിട്ട് ജീവിച്ചു പോവുകയും വളരെ ഓപ്പൺ ആയിരിക്കുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രോബ്ലംസ് നമുക്കിവിടെ കുറയാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് ഡിവോഴ്സസ് കുറയാൻ ചാൻസ് ഉണ്ട്. വളരെ സില്ലി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴുള്ള കക്ഷികൾ ഡിവോഴ്സിൻ്റെ പേരിലേക്ക് പോകുന്നത്. അത് എൻ്റെ വിശ്വാസത്തിൽ അത് കുറയണം, അത് കുറയും എന്നാണ് ഇത്. സുജിത് വാസുദേവ് എന്ന സംവിധായകനിൽ നിന്നും ക്യാമറാമാനിന് അപ്പുറത്തേക്ക് സുജിത് വാസുദേവ് എന്ന വ്യക്തി, അതായത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന ഒരാളാണോ? ഞാൻ എൻ്റെ സിനിമാ ജീവിതം കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞിനോടൊപ്പം ചിലവഴിക്കുന്നതിലും ഭാര്യയോടൊപ്പം ചിലവഴിക്കുന്ന ഒരു സമയമാണ് കൂടുതൽ എനിക്ക് സന്തോഷം തരുന്ന കുറേ നിമിഷം. മാക്സിമം ശ്രമിക്കാറുണ്ട് ഞാൻ. ഇപ്പോൾ തന്നെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഒരു ദൈവവിശ്വാസിയാണോ താങ്കൾ? സിനിമയുടെ ഒരു കഥ, അതിൻ്റെ ഏറ്റവും അവസാനം അതിനുള്ള ഉത്തരം ഉണ്ട്, ഏറ്റവും അവസാനത്തെ ഡയലോഗ്. എന്തായാലും വളരെ നന്ദി മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയതല്ലേ, ഒപ്പം തന്നെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.